ചേഞ്ച് ഉണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് സ്ഥാപകത്തിന് വരുന്നല്ല ഈ നമ്മുടെ BJP-യുടെ ഈ പല ക്രിസ്ത്യാനികളുടെ വീട്ടിലും കൊടിവരം കയറ്റിയിട്ടുണ്ട് BJP-യുടെ. അപ്പം മുൻപം മേഖലയിൽ അത് നമുക്കറിയാവുന്നത് തന്നെ. എൻ്റെ വീട്ടിൽ കയറ്റി ഞാൻ. അപ്പോൾ പിന്നെ അതൊന്ന് പറയണത് ഇതൊക്കെ ഈ ആദ്യമായിട്ടാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ നടക്കുന്നത്? ആദ്യമായിട്ടാണ്. ഇതിപ്പോൾ ഈ BJP-യുടെ കൊടി പോലും വീടുകളിൽ കെട്ടിയിരിക്കുന്ന പറയുന്ന ആളുകളുണ്ടല്ലോ, അവര് CPM-ലും കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന ആളുകൾ. അതെ, CPM-ലും കോൺഗ്രസിൻ്റെ ആൾ തന്നെ. അല്ലാതെ BJP-ക്കാർ ഇവിടെ ഇല്ല. നേരത്തെ തുടങ്ങി തന്നെ ഇവിടെ BJP-ക്കാർ വളരെ വിരലെണ്ണാനുള്ള ആണ്ടേണ്ടാവുള്ളൂ. ഇവിടെ BJP-ക്ക് ഒരു സ്ഥാനാർത്ഥി വരെ ഇല്ലാത്തൊരു സ്ഥലമാണ്. VD സതീശനും ഈ ഹൈബീഡിനൊക്കെ ഇനി നിങ്ങളുടെ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഇവിടുത്തെ പെണ്ണുങ്ങളെ എന്ത് ചൂലും കെട്ടിന് അടികൊള്ളാണ്ട് നോക്കിയാൽ മതി. കാരണം വെച്ചാൽ ആ രീതിയിൽ വരെ ആക്കി വെച്ചേക്കണാണ്. അപ്പോൾ വരാണ്ടിരിക്കണേക്കുള്ളൂ അവർക്ക് നല്ലത്. ലീഗിൻ്റെ ആയിട്ടുള്ള വോട്ടുകൾ കിട്ടും. പക്ഷേ ഇവിടെ നശിക്കുന്ന കോൺഗ്രസ് അയക്കണം. അത് അവർ മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടത്. ലീഗിന് 20 സീറ്റ് ഉണ്ടെങ്കിൽ ആ 20 സീറ്റും കിട്ടിയിരിക്കും. പക്ഷെ കോൺഗ്രസിന് 20 സീറ്റ് ഉണ്ടെങ്കിൽ 2 സീറ്റ് കിട്ടൂല. അതാവാൻ മനസ്സിലാക്കാത്തതാണ് ഈ സതീശിന് ഏറ്റവും വലിയ അബദ്ധത്തിൽ ചാടി എന്ന് പറയുന്നത്. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? നിക്സൺ. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകൾ BJP-യിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ലീഗിൻ്റെ എല്ലാം പ്രവർത്തകർ നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി സ്വരത്തിലേക്ക് സംസാരിക്കുന്നു. നിങ്ങൾ BJP-യിൽ ചേർന്നത് എന്തോ ഒരു വലിയ അപരാധമാണെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തിൽ? ഞങ്ങൾ ഈ പാർട്ടിൻ്റെ കൂടെ നിന്നിട്ട് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ചു. കൂടുതലൊന്നും അനുഭവിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബം വരെ പോകാൻ പോയിട്ട് ഞങ്ങൾ ചെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ പട്ട പുല്ലുവരമാക്കാഞ്ഞ ആള് ഞങ്ങളിഞ്ഞ് അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ അനുഭവിക്കാവുന്നത് ഈ 3 വർഷം കൊണ്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ ഈ നാട്ടുകാരും മൊത്തം അനുഭവിച്ചു കഴിഞ്ഞ് ഇനി ഇവരെന്തനുഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിന്ന്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഈ BJP-ക്കാരുണ്ട്. അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വല്ല തോന്നലായിക്കൊള്ളത്. അത് ഞങ്ങൾക്കൊന്നും വലിയ മൈൻഡ് ചെയ്യണില്ല. ഇപ്പോൾ ഈ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമാണ് വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു പ്രചരണമുള്ളത്. അത് ഈ പറഞ്ഞ അവർക്ക് ഈ വിഷമമായിട്ടാണ് മനസ്സിൽ വിഷമമായിട്ടാണ്. കാര്യം കയ്യിൽ നിന്ന് പോയല്ല എന്നുള്ളൊരു വിഷമം തോന്നിയിട്ടാണ്. അതൊന്നും വിചാരിക്കണ്ട. ഇതിപ്പോൾ കേരളം മുഴുവനും, കേരളത്തിലെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വലിയൊരു ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതിപ്പോൾ ചേഞ്ച് ഉണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് സ്ഥാപകത്തിന് വരുന്നല്ല ഈ നമ്മുടെ BJP-യുടെ ഈ പല ക്രിസ്ത്യാനികളുടെ വീട്ടിലും കൊടിവരം കയറ്റിയിട്ടുണ്ട് BJP-യുടെ. അപ്പം മുൻപം മേഖലയിൽ അത് നമുക്കറിയാവുന്നത് തന്നെ. എൻ്റെ വീട്ടിൽ കയറ്റി ഞാൻ. അപ്പോൾ പിന്നെ അതൊന്ന് പറയണത് ഇതൊക്കെ ഈ ആദ്യമായിട്ടാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ നടക്കുന്നത്? ആദ്യമായിട്ടാണ്. ഇതിപ്പോൾ ഈ BJP-യുടെ കൊടി പോലും വീടുകളിൽ കെട്ടിയിരിക്കുന്ന പറയുന്ന ആളുകളുണ്ടല്ലോ, അവര് CPM-ലും കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന ആളുകൾ. അതെ, CPM-ലും കോൺഗ്രസിൻ്റെ ആൾ തന്നെ. അല്ലാതെ BJP-ക്കാർ ഇവിടെ ഇല്ല. നേരത്തെ തുടങ്ങി തന്നെ ഇവിടെ BJP-ക്കാർ വളരെ വിരലെണ്ണാനുള്ള ആണ്ടേണ്ടാവുള്ളൂ. ഇവിടെ BJP-ക്ക് ഒരു സ്ഥാനാർത്ഥി വരെ ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതിന് ഈ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ BJP ഉണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ അക്കരയിലൊക്കെ ഒരുപാട് BJP-ക്കാരല്ലേ ഉള്ളത്. അവിടെ VMS-ൻ്റെ യൂണിയനും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവിടെ BJP-ക്കാർ ഒരുപാടുണ്ട് മുൻപ് മേഖലയിൽ. ഇപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് ഈ CPM-ൻ്റെ അടുത്ത് പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ പ്രതികരണം? ചേട്ടൻ ഏത് പാർട്ടിക്കാരനായിരുന്നു? ഞാൻ CPM-കാരനാണ്. അത്യാവശ്യം ഇപ്പോൾ CPM-കാരും മിണ്ടാറില്ല. അതെ, അവർ മിണ്ടിയില്ലെന്ന് വെച്ചാൽ നമുക്കത് വലിയ പ്രശ്നമല്ല. കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൽ മുനമ്പത്തിൻ്റെ ഒരു സ്വാധീനം അത് വലിയൊരു സംഭവമായിരിക്കും. വലുതെന്ന് വെച്ചാൽ ഈ CPM-നും പിന്നെ UDF-നും കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിക്കുള്ള മുനമ്പത്ത് കിട്ടാൻ മണ്ണടി. കാരണം ഈ കേരളം മൊത്തം കുലുക്കും. ആ അടി കൊണ്ടേക്കണത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരാണ്? കാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വക്കപ്പാണല്ല ഇതിന്റെ മെയിൻ കാരണം. അപ്പം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ വക്കപ്പെട്ട് ഒരു കളിച്ച് ഈ കോലത്തിലായി, അത്രേ ഉള്ളൂ. ഈ VD സതീശനും ഈ ഹൈബീഡിനൊക്കെ ഇനി നിങ്ങളുടെ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഇവിടുത്തെ പെണ്ണുങ്ങളെ എന്ത് ചൂലും കെട്ടിന് അടികൊള്ളാണ്ട് നോക്കിയാൽ മതി. കാരണം വെച്ചാൽ ആ രീതിയിൽ വരെ ആക്കി വെച്ചേക്കണാണ്. അപ്പോൾ വരാണ്ടിരിക്കണേക്കുള്ളൂ അവർക്ക് നല്ലത്. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും പറഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ട് അയാൾ പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാം. കാരണം അത്രയും വരെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് 10 മിനിറ്റ് കൊണ്ടാക്കാൻ വേണമെങ്കിൽ അയാൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും. പക്ഷേ ലീഗ് പോലെയുള്ള ഒരു വലിയൊരു പാർട്ടി അവരുടെ കൂടെയുള്ള സമയത്ത് അവരെ വെറുപ്പിക്കാനായിട്ട് ഇവരൊരിക്കലും തയ്യാറല്ലല്ലോ. ലീഗിൻ്റെ ആയിട്ടുള്ള വോട്ടുകൾ കിട്ടും. പക്ഷേ ഇവിടെ നശിക്കുന്ന കോൺഗ്രസ് അയക്കണം. അത് അവർ മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടത്. ലീഗിന് 20 സീറ്റ് ഉണ്ടെങ്കിൽ ആ 20 സീറ്റും കിട്ടിയിരിക്കും. പക്ഷെ കോൺഗ്രസിന് 20 സീറ്റ് ഉണ്ടെങ്കിൽ 2 സീറ്റ് കിട്ടൂല. അതാവാൻ മനസ്സിലാക്കാത്തതാണ് ഈ സതീശിന് ഏറ്റവും വലിയ അബദ്ധത്തിൽ ചാടി എന്ന് പറയുന്നത്. ഇപ്പോൾ സതീശൻ മാത്രമല്ല, കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരും തന്നെ നിങ്ങൾക്കൊരു പിന്തുണയായിട്ട് വരാത്തതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ലീഗിനെ പേടിച്ചിട്ടായിക്കുള്ളൂ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ തല്ലും കൊള്ളും. ആ രീതിയിലാണ് കോൺഗ്രസിന്റെ ആണെങ്കിലും CPM-ന്റെ ആണെങ്കിലും. ഇല്ല, ഞാൻ CPM നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരാരും ഇന്ന് വരെ ഇങ്ങോട്ട് വന്ന് കടന്നിട്ടില്ല. അപ്പം പിന്നെ നമുക്ക് ഒരു പിന്തുണയില്ല. അവരാരും ഒന്നും ഇങ്ങോട്ട് കടന്നിട്ടില്ല. നമുക്ക് അറിയാനും പാടില്ല. പക്ഷേ
ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് സകല പിന്തുണ തന്ന് 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തീർക്കാന്ന് പറഞ്ഞ് പോയ ആളാണ്. അത് ശരിക്കും ഞങ്ങളെ കളിയാക്കി ടൈപ്പായി പോയി. അല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ വാർഡ് തന്നെ കോൺഗ്രസ് തന്നെയാണ്, മനസ്സിലായോ? അപ്പം അത്രയും ഇത് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇത്രയും ദ്രോഹം ചെയ്തുകൊണ്ടാണ് ഈ പോയി കളഞ്ഞത്. സുരേഷ് ഗോപി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആള് പാർലമെന്റിലൊക്കെ വലിയ പിന്തുണയായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഒരു നിലപാട് ഏത് തരത്തിലുള്ള മതിപ്പാണ് പുള്ളിക്കാരനോടുള്ളത്? പുള്ളി ഇപ്പോൾ ഒരു മരുന്നാഴ്ചക്കുള്ളിൽ ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് നേരിട്ട് കാണാൻ പറ്റും. അതെന്താണ് അതിൻ്റെ പുള്ളിക്ക് കൊടുക്കാൻ പോകുന്ന സ്വീകരണമെന്ന് അത് പറഞ്ഞാൽ തീരുന്നില്ല. ശരീരം കൊള്ളുന്നേര് പോയി എന്ന് വെച്ചാൽ അത്രയും ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യന്മാരെ നിർത്തി ദൈവതുല്യമായിട്ട് നമുക്ക് കണ്ടുവരുമെന്നുള്ള പറഞ്ഞാൽ നമുക്ക് ഭവനം നമ്മുടെ സ്വത്തും എല്ലാം സംരക്ഷിക്കുന്ന ഒരാൾ വരുമ്പോൾ നമുക്ക് അത്രയും ബഹുമാനം ഉണ്ടാവില്ലേ? ആ ഒരു ബഹുമാനം പുള്ളിക്ക് ഈ ഇവിടുത്തെ കൊച്ചു കുട്ടികൾ തുടങ്ങി ഈ കർണന്മാർ വരെയും കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പുള്ളി ഇപ്പോഴും വലിയൊരു സ്നേഹത്തോടെയാണ് നിങ്ങളോടുള്ള സമീപനം അല്ലേ? അതെ, ഞങ്ങളുടെ ഇപ്പോൾ ഇവിടുത്തെ ഈ കമ്മിറ്റിക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തും വിളിക്കാറുണ്ട് പുള്ളി. മനസ്സിലായി, ഒരു കേന്ദ്രമന്ത്രിയായിട്ട് പോലും ആ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ആളെ വിളിച്ച് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കും. അന്ന് ഈ നമ്മളെ രാത്രി ഇരുന്ന പരിപാടികളൊക്കെ കാണുന്ന നേരത്ത് അന്ന് രാത്രി 12-1 മണിക്ക് ഈ നമ്മുടെ ആളെ ഇവിടെ വിളിച്ചേക്കണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു മാറ്റമാണല്ലേ? പിന്നെ ഭയങ്കര മാറ്റമല്ല. നമ്മുടെ ഇവിടുത്തെ ഒരു MLA പോലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കാത്ത MLA പോലും ഇവിടെ ഉണ്ട്. ആ നേരത്ത് കേന്ദ്രമന്ത്രി നമ്മളെ വിളിച്ചിട്ട് ആ രാത്രി നമ്മൾക്ക് എന്താണ് നിങ്ങൾക്ക് സമാധാനമായ ആ ഒരു സമാധാന വാക്ക് വരെയും പറയുന്ന ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പല ആളുകളും. കൂടുതൽ വലിയൊരു ആക്രമണം നടക്കുകയാണ് ആൾക്കെതിരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയെല്ലാം കണ്ടിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കാനാണ് തോന്നാറ്? അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ മാവലന്മാരും കല്ലെറിയുള്ളൂ, മാങ്ങയുള്ളവന്മാരല്ലേ കല്ലെറിയുള്ളൂ. മാവുള്ള വൃക്ഷത്തെ നോക്കിയാൽ കല്ലെറിയണം. അതൊന്നും പറയാനൊന്നുമില്ല. പുള്ളി ഇവരെല്ലൊക്കെ വളരെയധികം വ്യത്യസ്തനാണ്. ഈ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്ന് ചെയ്യുന്നു. അത് അവർ നോക്കാൻ നേരത്ത് ഇതിനെ എറിഞ്ഞ് പൊട്ടിച്ചാലേ ശരിയാവുള്ളൂ. അതന്നെ എറിയണം നോത്തോളൂ. അതൊന്നും വിചാരിക്കണ്ട. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഇവർ. അങ്ങനെ ഒരു ചിന്താഗതി തൃശ്ശൂർക്കാർക്ക് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവൻ അബദ്ധമായിക്കുള്ളൂ പറ്റാൻ പോണത്. കാരണം ഇപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ ആയിരിക്കാണ്. ഈ തൃശ്ശൂരല്ല ആദ്യം പറ്റിയത്. ഇനിയിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും അത് പറ്റിക്കോളും. ആ രീതിയിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഈ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ ഈ മുനമ്പത്തിന് പിന്തുണയായിട്ട് ഉള്ളൊരു സംഭവം, വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് ഇവിടുത്തെ MP-മാരുടെ വോട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. ഒരു രീതിയിലുമുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു വിലയും ഈ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ MP-മാരും കൊടുത്തിട്ടില്ല. ഏത് രീതിയിലായിരിക്കും ഇവിടുത്തെ ക്രൈസ്തവർ അവർക്കെതിരെ പ്രതികരിക്കാൻ പോകുന്നത്? അല്ല, ഇത് വില കളഞ്ഞെടുത്ത കത്തോലിക്ക സഭ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് ജാതി ഇതിലുണ്ട്. ഇപ്പോൾ SNDP, പിന്നെ അതുകൊണ്ട് NSS, ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ നിന്നോടത്തെന്ന് പറയുള്ളൂ, അല്ലാതെ അങ്ങാടി എന്ന് പറയൂല. അവരുടെ കാൽച്ചോട്ടി ചെലൂരി ഇവരുടെ വില കളഞ്ഞെടുത്ത് അപ്പോൾ ഇവർക്ക് വിലയില്ലാണ്ടായി. അത്രയുള്ളൂ ഞാൻ പറയാമെന്നുള്ളൂ. ഈ ക്രിസ്ത്യൻ സഭക്ക് ഒരുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്ത്യൻ സഭയിലെ എല്ലാ ആൾക്കാരും കൂടി എന്ന് പറഞ്ഞിട്ട് പോലും അവർ പുല്ല് വില കൽപ്പിച്ചില്ല. വില കൽപ്പിക്കാഞ്ഞത് ഇവരുടെ വില ഇവർ തന്നെ കളഞ്ഞെടുത്തത്. അത് ചിലപ്പോൾ ഇനിയും കളയാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ ഇന്ന് ഇവരുടെ കാല് പിടിക്കാൻ നേരത്ത് ഇവരെന്താണ് ഇവിടെ ചെയ്യാൻ കൂട്ടാൻ പോണെ എന്നൊരു പിടുത്തുണ്ടാവില്ല. ഇതന്നെ സംഭവം. നമ്മളുടെ വില നമ്മൾ കളയരുത്. കളയാതെ അവർ പിടിച്ചോടത്ത് തന്നെ പിടിക്കുകയാണെങ്കിൽ അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ, ദോഷം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളാണല്ലോ സഭയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് സഭയുടെ നിലപാട് ഈ സ്ട്രോങ് ആയിട്ടുള്ള പോക്കാണ്. ഇത് വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനൊക്കെ ഇത് വലിയ തരത്തിൽ അനുകൂലമായുള്ള സാധ്യത തന്നെയാണോ? കറക്റ്റായിട്ടും അത് ഈ രീതിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ BJPക്ക് ആയിക്കോളൂ ഗുണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ നിൽക്കുന്ന ഏത് രീതിയിലായിക്കോളും എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും പറഞ്ഞില്ലേ, ഈ ചെന്ന് സംസാരിക്കുന്ന ആൾ ഈ ഏത് രീതിയിലാണ് സംസാരിക്കണമെന്ന് വെച്ചാൽ ഈ സഭ ഏത് രീതിയിലേക്കാണ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മാറിയിരിക്കണതിൻ്റെയാണ് ഈ സഭയ്ക്ക് ഈ വിലയില്ലാണ്ടായത്. അപ്പം ഇനിയും ഈ വിലയില്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും ഇവിടെ വരാൻ പോണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നിൽക്കുന്ന നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ BJPക്ക് ആയിക്കോളും മുൻഗണന. ഇപ്പോൾ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഒരുപാട് ക്രൈസ്തവരുണ്ട്. ഇവരെ നിരന്തരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പോലെ ഈ മണിപ്പൂർ വിഷയം, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താൻ നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവർ ആ ഒരു വിഷയത്തിൽ ഇനി വീഴാനുള്ള സാധ്യത ഉണ്ടോ? വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്ന ശുദ്ധ മണ്ടത്തരങ്ങളും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കഴിഞ്ഞ്. ഇപ്പം എന്തോ വേറൊരു ബില്ല്, എന്തോ ഒരു ബില്ലിൻ്റെ ഒരു ഇത് പറയണ്ടല്ലോ, ചർച്ച് ബില്ല്. ഈ ചർച്ച് ബില്ല് ഉണ്ടാക്കുന്ന വെച്ചാൽ ഇവിടെ ഒരു പള്ളിക്കാരത്തും അനധികൃതമായിട്ടുള്ള ഒരു സാധനമില്ല, ഒരാളിനെയും പിടിച്ചു മേടിക്കണമെന്നില്ല. ഇപ്പോൾ ഈ വഖഫ് പോലുള്ള സംഭവങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് എടുക്കുന്ന സംഭവം പള്ളികൾക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ പള്ളിക്കാർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഒരു പള്ളിയും പൊളിച്ചളയൂല.
ഇവിടെ ഈ പല ഈ നിയമങ്ങളും വന്നിട്ട് ഈ മുസ്ലിങ്ങളെ കൂടെ കടത്തുമെന്ന് പറഞ്ഞ് ആദ്യം മുസ്ലിമിനാണ് ഇവിടെ ഇത് കൊടുത്തത്. അപ്പോൾ എല്ലാം നമുക്കറിയാലോ അത്. അപ്പോൾ ഇത് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കലാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടാവില്ല. എല്ലാം വരുന്നത് ഗുണപരമായിക്കോളും. ഇപ്പം ഇത്രയും ബില്ലുകളെല്ലാം പാസ്സാക്കേണ്ട ഗുണകരമാണ്. അപ്പോൾ ആ ബില്ലും വന്നാൽ തന്നെ, ചർച്ച ബില്ല് വന്നാൽ തന്നെ പള്ളികൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ, ദോഷം ഉണ്ടാവില്ല.